അയാൾ കുലംകുത്തിയാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അടിമ കേരളമാണ്. അതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് എത്തുന്നത്. എനിക്ക് എന്റെ വിറ മാറിയിട്ടില്ല. നമുക്ക് ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനോ ഒന്നുമുള്ള ധൈര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അവരോട് ഏറ്റുമുട്ടാൻ ധൈര്യം ഇല്ലാതെ പഠിത്തം നിർത്തി കൃഷിപ്പണി തുടങ്ങിയത്. അപ്പൊ ഇത് ഞാൻ പലപ്പോഴും ആലോചിച്ചതാണ്, അതായത് പഠിത്തം നിർത്തി പോയാലോ എന്ന്. അത്രയും ഹിംസയുള്ള ആളുകളെയാണ് നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണം നടന്നിട്ട് ഒരുപാട് ദിവസമായി. പക്ഷെ എങ്കിലും നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ പല പ്രമുഖരും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും മൗനം തന്നെ തുടരുകയാണ്. എന്നാൽ അതിനിടയിൽ അതാ കലാരംഗത്തെ രണ്ടു പേര് ഫേസ്ബുക്കിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതിലൊരാള് മലയാളത്തിലെ പ്രിയപ്പെട്ട കവിയായ റഫീഖ് അഹമ്മദാണ്. മറ്റൊന്ന് സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനൊക്കെ ആയ പ്രതാപ് ജോസഫാണ്. ഇന്ന് ABC മലയാളത്തിനോടൊപ്പം ഉള്ളത് പ്രതാപ് ജോസഫാണ്. ചേട്ടാ, ABC മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചേട്ടൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. അത് ചേട്ടന്റെ മഹാരാജാസ് കോളേജ് കാലഘട്ടത്തിലെ ഹോസ്റ്റൽ അനുഭവങ്ങളെ കുറിച്ചായിരുന്നു. അവിടെ ഇടിമുറികൾ ഉണ്ടായിരുന്നു, അവിടുത്തെ സദാചാര പോലീസിങ്ങിനെ കുറിച്ചൊക്കെയാണ് ആ പോസ്റ്റിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു, എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെക്കാനുള്ള ഒരു ധൈര്യം എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. കാരണം പല പ്രമുഖരും ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ഇരിക്കുകയാണ്. അല്ല, ഇത് ധൈര്യമാണോ ഭീരുത്വമാണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാന് ഹോസ്റ്റൽ പഠനം കഴിഞ്ഞിട്ട് ഏതാണ്ട് 25 വർഷമായി. ഈ 25 വർഷത്തിനിടയ്ക്ക് വളരെ അപൂർവം സന്ദർഭങ്ങളിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ അർത്ഥത്തിലല്ല, പക്ഷെ ഭാഗികമായെങ്കിലും എനിക്ക് അവിടെ റാഗിങ് നേരിട്ടതിനെ കുറിച്ചും ഒരുപക്ഷെ മഹാരാജാസ് കോളേജിലെ ഉണ്ടായ മോശം അനുഭവങ്ങളെ കുറിച്ചും ആഷിഖ് ബന്ധപ്പെട്ട് അന്ന് കോളേജിലെ യൂണിയൻ ചെയർമാനും ഒക്കെ ആഷിഖ് അബു ആയിരുന്നു. അപ്പം ആഷിഖ് അബുവുമായി ബന്ധപ്പെട്ട് സിനിമയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ചില സന്ദർഭങ്ങളിൽ ഞാൻ ഇത് പങ്കുവെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പൊ ഇന്ന് ഷെയർ ചെയ്തതുപോലെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോഴും പൂർണ്ണമായി ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ ഇന്നലെ ഈ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുമ്പോൾ പോലും എനിക്ക് എന്റെ വിറ മാറിയിട്ടില്ല. വിറ മാറിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ അന്ന് അനുഭവിച്ച കാര്യങ്ങളുടെ തീഷ്ണത ഇപ്പോഴും പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ ഒരു മരണം, ഇത്രയും നിഷ്ഠൂരമായ രീതിയിലുള്ള ഒരു മരണം നടക്കുമ്പോൾ നമ്മൾ ഇനിയും നിശബ്ദത പാലിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കുറിപ്പ് എഴുതിയത്. യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഇത് ധൈര്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇത് 25 വർഷത്തെ ഭീരുത്വമാണ്. കാരണം ഹോസ്റ്റലിൽ പഠിക്കുന്ന കാലത്ത് നിരവധി ആളുകൾ മർദ്ദനത്തിന് ഇരയാവുന്നതും ഒരുപക്ഷെ മരണസമാനമായ രീതിയിൽ അവരവിടുന്ന് പുറത്തു പോകുന്നതും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനോ ഒന്നുമുള്ള ധൈര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ആ സ്ഥലത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ധൈര്യമല്ല, ഇത് 25 വർഷത്തെ ഭീരുത്വമാണ്. പക്ഷെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് തുടങ്ങി വെച്ചത്. ഓക്കെ, അതെന്തായാലും നല്ലൊരു നിലപാടാണ്. പക്ഷെ ആ ഭീരുത്വം തന്നെയാണ് നമ്മുടെ സാംസ്കാരിക ലോകത്തെ പല വലിയ മുഖങ്ങളും പേരുകളൊക്കെ സ്വീകരിക്കുന്നത്. ചേട്ടാ, യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു ക്യാമ്പസിന്റെ ഒരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ചേട്ടൻ നേരിട്ടൊരു പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു അന്ന്? പ്രധാനമായിട്ടും ഞാൻ നേരിട്ടത് റാഗിംഗ് ആണ് തുടക്കത്തിൽ. പിന്നെ നമുക്കറിയാം ഈ സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേറ്റതിന് ശേഷം ഏതാണ്ട് ആ കാലഘട്ടത്തിന് ശേഷം മഹാരാജാസ് എന്ന് പറയുന്നത് ഒരു ഏകപക്ഷീയമായ ക്യാമ്പസാണ്. അവിടെ SFI അല്ലാതെ വേറൊരു പാർട്ടി ഇല്ല. KSU എനിക്ക് തോന്നുന്നു വളരെ അടുത്ത കാലത്താണ് യൂണിറ്റ് ഇട്ട്. ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ പഠിക്കുമ്പോൾ KSU എന്ന് പാർട്ടിക്കോ അല്ലെങ്കിൽ ABVPക്കോ കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾക്കൊന്നും മഹാരാജാസിൽ യൂണിറ്റ് പോലുമില്ല. അപ്പൊ ഏതാണ്ട് ഒരു ഫാസിസ്റ്റ് വാഴ്ച നടക്കുന്ന ഏകപക്ഷീയമായ ഒരു ക്യാമ്പസ്, SFIയുടെ ഏകപക്ഷീയമായ ഒരു ക്യാമ്പസ് ആയിരുന്നു മഹാരാജാസ് കോളേജ് ഞാൻ പഠിക്കുന്ന സമയത്തെങ്കിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടം വരെയെങ്കിൽ. അപ്പോ അവിടെ SFIയെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് എറണാകുളം നഗരത്തിലെത്തി ഹോസ്റ്റലിൽ എനിക്ക് വേറെ വഴിയില്ല. ഒന്നുകിൽ ഇപ്പം ഇന്ന് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോട് സുജിത്ത് എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡന്റ് സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടനുണ്ട്, സെക്സി ദുർഗയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സുജിത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ പഠിക്കാൻ പോയിട്ട്
മൂപ്പര് അവരോട് ഏറ്റുമുട്ടാൻ ധൈര്യം ഇല്ലാതെ പഠിത്തം നിർത്തി കൃഷിപ്പണിക്ക് പോയത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചല്ല, ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും ഒന്നുകിൽ നിങ്ങൾ അവിടെ അടിമയായിട്ട് ജീവിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ പഠിത്തം നിർത്തി തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഈ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ പലപ്പോഴും ആലോചിച്ചതാണ്, അതായത് പഠിത്തം നിർത്തി പോയാലോ എന്ന്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് മലയാസ് കോളേജ്, ആ കോളേജിന്റെ പ്രശസ്തി, ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയും വിജയലക്ഷ്മിയെയും പോലെയുള്ള നമ്മുടെ സാംസ്കാരിക മേഖലയിലെ ഒരുപാട് ആളുകൾ പഠിച്ച കോളേജ്, അങ്ങനെ ഒരുപാട് KG ശങ്കരപ്പിള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്ന കോളേജ്, ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് എത്തുന്നത്. എനിക്ക് കേരളത്തിലെ ഏത് കോളേജ് PG കാരണം എനിക്ക് അത്രയും മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മഹാരാജാസ് വളരെ അതാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് അവിടെ നിന്ന് പഠിത്തം നിർത്തി പോകാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അടിമയായിട്ട് ജീവിച്ചു 2 വർഷം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അവിടെ സംഭവിച്ചത് പ്രധാനമായിട്ട് റാഗിംഗ് ആണ്. പിന്നെ ഈ 2 കൊല്ലക്കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളൊരു റിബലാണ് എന്ന് ഇവർ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് പല രീതിയിൽ നമ്മളെ ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. സദാചാര ദൂഷ്യം ആരോപിക്കുകയും മർദ്ദിക്കുകയും മുടിമുറിക്കുകയും ഇങ്ങനെയുള്ള പല സംഗതികൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ തുടർന്നേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അത് സഹിച്ച് 2 കൊല്ലം അവിടെ പഠിച്ചു. താല്പര്യമില്ലാതെ ഒരു അടിമയായി അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു, അതിന്റെ പുറത്ത് അവിടെ പഠിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ സിദ്ധാർത്ഥിന്റെ ഒരു മരണം, ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് കേരള മനസാക്ഷി അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും ദാരുണമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള രീതിയിലുള്ള ഒരു പീഡനമാണ് ആ കുട്ടി അനുഭവിച്ചത്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമാനമായ രീതിയിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരാൾ കൊല ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ TP ചന്ദ്രശേഖരനായിരിക്കും, ഒഞ്ചിയത്ത്. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ ഫലമായിട്ട് അവരുടെ പാർട്ടിക്കാർ തന്നെ കൊന്നുകളഞ്ഞ TP ചന്ദ്രശേഖരൻ. ഇപ്പോൾ അത് ആ CPM-ന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI പ്രധാന പ്രതികളാണ് ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ. അപ്പോ നമ്മുടെ ഒരു സാംസ്കാരിക ലോകം ഇത്രയും ദിവസമായിട്ട് മൗനം പാലിക്കുകയും യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ ഗ്രഹിച്ചിരിക്കുന്നത് നമ്മൾ ഈ പ്രബുദ്ധ കേരളം എന്നൊക്കെ വലിയ ഖ്യാതിയിൽ പറയും. ശരിക്കും ഇതൊരു അടിമ കേരളമാണോ ഈ സാംസ്കാരിക കേരളം? ഒരു സംശയവുമില്ല. TP ചന്ദ്രശേഖരന്റെ മരണത്തെ, അതായത് അല്ലെങ്കിൽ കൊലപാതകത്തെ അയാൾ കുലംകുത്തിയാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് പാർട്ടി പരസ്യമായി അയാൾ കൊല്ലപ്പെടേണ്ടവനായിരുന്നു എന്ന് പരസ്യമായി പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര് കഴിഞ്ഞ 5-8 വർഷമായിട്ട് പട്ടും വളയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അടിമ കേരളമാണ്, അതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല. ചേട്ടൻ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്, സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫറാണ്, സംവിധായകനാണ്. അപ്പൊ ഇങ്ങനെ കേരളം CPM-ന്റെ ഒരു വലിയ ശക്തി കേന്ദ്രവുമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു സംവിധായകൻ ഇങ്ങനെ വന്ന് പ്രതികരിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്റേടം തന്നെയാണ്. പല ആളുകളും അതിന് ഇതുവരെയായിട്ട് ഇത്രയും സമയമായിട്ട് തയ്യാറായിട്ടില്ല. ശരിക്കും ഇവരെ ഒറ്റപ്പെടുത്തി കളയില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഈ സാംസ്കാരിക കേരളത്തിലെ പല സാംസ്കാരിക നായകർ എന്ന് വിശേഷിപ്പിക്കുന്ന അടിമകളും പ്രതികരിക്കാതിരിക്കുന്നത്? ഒറ്റപ്പെടുത്തി കളയും ഇവർ. തീർച്ചയായിട്ടും ഇത് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ആർക്കാണ് പട്ടും വളയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആരെയാണ് ഇവർ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് 10 സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഷോർട്ട് ഫിലിമുകൾ അടക്കം. ഈ 10 സിനിമകളും കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന ഒരു ഫെസ്റ്റിവലിലേക്ക് ഇന്ന് വരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എന്റെ സിനിമകള് അങ്ങനെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ലോകത്തിലെ പല പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോ തളർത്തേണ്ടവരെ തളർത്താനും വളർത്തേണ്ടവരെ വളർത്താനും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല. എനിക്ക് അംഗീകാരങ്ങൾ കിട്ടുകയോ അല്ലെങ്കിൽ എന്നെ ആദരിച്ചിരുത്തുകയോ ചെയ്യുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ എന്റെ പണി ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കവിതകൾ എഴുതുന്നുണ്ട്. ഞാൻ അങ്ങേയറ്റം എന്റെ കലാപ്രവർത്തനത്തിൽ ഹാപ്പിയാണ്. എനിക്ക് ഈ പട്ടും വളയും കിട്ടാതിരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഞാനത് തിരസ്കരിക്കാൻ, കാരണം
ഞാൻ എന്റെ ഒരു സിനിമകളും സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡിന് വേണ്ടി അയച്ചിട്ടില്ല. ആകെ ചെയ്യുന്നത് IFFK പോലെയുള്ള കേരളത്തിലെ ഗവൺമെന്റ് നടന്ന ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് സിനിമകൾ അയക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഈ സിനിമകൾ കാണേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു അവാർഡിലേക്കോ അല്ലെങ്കിൽ സെൻസർ ചെയ്ത് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡിലേക്കോ അല്ലെങ്കിൽ ദേശീയ അവാർഡിലേക്കോ ഒന്നും ഞാൻ എന്റെ സിനിമകൾ ഇതുവരെ അയച്ചിട്ടില്ല. അപ്പൊ ഇതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നമ്മുടെ മുന്നിൽ കോളേജിൽ പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിട്ടുണ്ട്, വളരെ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അതിനകത്ത് കൃത്യമായ റോളുണ്ട്. ഇത് ഏകപക്ഷീയമായ ഒരു സംഭവമല്ല. ഇത് വർഷങ്ങളായി കേരളത്തിലെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാനിപ്പോ SFIയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. കേരളത്തിലെ പല ഇപ്പൊ KSU ആക്രമണം നടത്തിയിട്ടുണ്ടാവും, ABVP ആക്രമണം നടത്തിയിട്ടുണ്ടാവും, വിദ്യാർത്ഥി സംഘടനകൾ പല രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് നമ്മൾ കോളേജുകളിൽ വളരെ സാധാരണമായി കാണാറുണ്ട്. അതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ SFIക്ക് തന്നെ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതുപോലെയല്ല സാധാരണക്കാരനായ നിസ്സഹായനായ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നത്. അവനൊരു ഇൻഡിവിജ്വൽ ആണ്, വ്യക്തിയാണ്. ആ വ്യക്തിക്ക് തല ഉയർത്തി നമ്മുടെ ക്യാമ്പസിൽ നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ക്യാമ്പസുകൾ കത്തിച്ചു കളയുന്നതാണ് നല്ലത്. ക്യാമ്പസുകളിലെ രാഷ്ട്രീയം ഇത്രമാത്രം മലീനംസമാക്കി മാറ്റിയതിന്റെ പിന്നില് SFI അല്ലേ? പലരും പറയുന്നുണ്ട്, എന്തിനാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം, വിദ്യാർത്ഥികൾ പഠിക്കാനല്ലേ പോകുന്നത്? ഇങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദി ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനയായ SFI ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അത് ശരിവെക്കുന്നുണ്ടോ? അല്ല, എന്റെ അനുഭവത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളത്തിലെ ഇപ്പം പയ്യന്നൂർ കോളേജ് മുതൽ കണ്ണൂർ SM കോളേജിൽ പഠിച്ചിട്ടുണ്ട്, എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ട ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. കാരണം അത് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു കാറ്റും വെളിച്ചമുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ മറ്റ് 3 ക്യാമ്പസുകളിലും എനിക്ക് വലിയ വ്യത്യാസങ്ങൾ തോന്നിയിട്ടില്ല. കാരണം ഒരുതരം നമ്മൾ CPM-നെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരുതരം സ്റ്റാലിനിസ്റ്റ് അല്ലെങ്കിൽ ലെനിനിസ്റ്റ് അപ്രോച്ച്. അതായത് എല്ലാം ഞങ്ങളുടെ കുടക്കീഴിൽ നടക്കണം, എല്ലാത്തിന്റെയും അധികാരികൾ ഞങ്ങളാണ്, ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു മനോഭാവം CPM-ലായാലും SFI-ലായാലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഞാനൊരു പാർട്ടി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എന്റെ വീട്ടിലെ എല്ലാ ആളുകളും CPM-കാരാണ്. എന്റെ ജ്യേഷ്ഠൻ ലോക്കൽ സെക്രട്ടറിയാണ് നാട്ടില്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വീട്ടിൽ പാർട്ടി മീറ്റിങ്ങുകൾ കണ്ടു വളർന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങുകയും ക്യാമ്പസുകളിലേക്കൊക്കെ എത്തുകയും ചെയ്ത സമയത്ത് ഈ കാപട്യം തിരിച്ചറിഞ്ഞ ഒരാളാണ്. അപ്പോ SFIക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ മുൻപൊക്കെ പഠിച്ച ആളുകൾ പറയുന്നുണ്ട്, ഇപ്പൊ പലരും ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊക്കെ പലരും പ്രതികരിച്ചിട്ടുണ്ട്, പണ്ട് KSU അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഞാൻ പഠിച്ച ക്യാമ്പസുകളിൽ ഇത്രയും ഏകാധിപത്യ സ്വഭാവത്തോടെ പെരുമാറുന്ന, ഇതൊക്കെ ഏതാണ്ട് SFIയുടെ ക്യാമ്പസുകൾ തന്നെയാണ്. ഇത്രയും ഏകാധിപത്യ സ്വഭാവത്തോടെ പെരുമാറുന്ന വേറൊരു വിദ്യാർത്ഥി സംഘടനയെയും ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഈ കാലം മാറുന്നതിനനുസരിച്ച് മറ്റു സംഘടനകളിൽ കുറച്ചെങ്കിലും ജനാധിപത്യം വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ KSU എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പല ക്യാമ്പസിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവര് കുറെ കൂടി ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ SFI ആ രീതിയിൽ എത്രമാത്രം ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇപ്പം എനിക്കറിയില്ല. കാരണം ഈ 10-25 ഞാൻ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയിട്ട് 10-25 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് അതൊക്കെ പുതിയ കുട്ടികൾ പറയേണ്ടതാണ്. എങ്കിൽ പോലും നമ്മുടെ മുന്നിലുള്ള ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ട് ഈ സംഘടന ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഈ സംഘടന ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന് ഉത്തരം. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവരുടെ ഈ അക്രമ രാഷ്ട്രീയം. എത്രയോ കാലങ്ങളായിട്ട് അതിന് വലിയ പാരമ്പര്യമുണ്ട്. ചേട്ടൻ തന്നെ 99, 2001 കാലഘട്ടത്തിലെ മഹാരാജാസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടിരിക്കുന്നതിൽ പ്രതികളായിരിക്കുന്നതും SFIക്കാര് തന്നെയാണ്. അപ്പൊ അവര് ഇതുവരെ അവരെ തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. 2019 ഒരു റിപ്പോർട്ട് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്, കോളേജ് ക്യാമ്പസുകളിലെ ഇടിമുറികളെ കുറിച്ച് സൂചിപ്പിക്കുന്ന. എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന സംഘടനയോ അതിനെതിരെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. യഥാർത്ഥത്തിൽ അവരുടെ മൗനം എന്ന് പറയുന്നത് അവരുടെ ഒരു ഭയം തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ സംവിധാനങ്ങളൊന്നും തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസമൊന്നുമില്ല. SFI ആയാലും CPM ആയാലും ഈ സംവിധാനങ്ങളൊന്നും തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസമില്ല. എതിർ ശബ്ദങ്ങളെ, എതിരാളികളെ കുലംകുത്തികൾ എന്ന് പറഞ്ഞ് മുദ്ര കുത്തി
വെട്ടിക്കൊല്ലുന്ന ചരിത്രവും പാരമ്പര്യവും നമ്മുടെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പാർട്ടി തീരുമാനമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ടി പി ചന്ദ്രശേഖരനെ പോലെ ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നതിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് നിഷേധിക്കാത്ത മുഖ്യമന്ത്രി ഉണ്ട്. അയാൾ കൊലംകുത്തിയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് SFI എന്ന് പറയുന്നത് CPM-ന്റെ ഈ പറഞ്ഞ പോലെ, അതായത് ഇത് രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് മനുഷ്യത്വമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ അതിനെ ചോദ്യം ചെയ്യുകയും ഇതിനെ ജനാധിപത്യവൽക്കരിക്കുന്ന പ്രക്രിയയിലേക്ക് ഇതിനെ വളർത്തുകയുമാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ സംഘപരിവാർ വരുന്നു എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സംഘപരിവാറിനെ നമുക്ക് പ്രതിരോധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായ സാഹചര്യങ്ങളെ നമുക്ക് പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ ജനാധിപത്യത്തിലേക്ക് വളരേണ്ടതുണ്ട്. അത് എന്നാണ് CPM തിരിച്ചറിയുക എന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ ആ രീതിയിൽ ജനാധിപത്യത്തിലേക്ക് വളരുന്നില്ല എങ്കിൽ ഇത് സംഘപരിവാറിന് നമ്മൾ എഴുതി കൊടുക്കുന്നതിന് തുല്യമാവുകയേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തില് നമ്മുടെ സാംസ്കാരിക നായകർക്കൊക്കെ ഉത്തരേന്ത്യയിൽ നോക്കി കുരയ്ക്കാൻ വേണ്ടി മാത്രമേ അറിയൂ. ഉത്തരേന്ത്യയില് ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ആൾക്കൂട്ട വിചാരണ നടന്നു കഴിഞ്ഞാൽ അവർ ഓടി വന്ന് കുരയ്ക്കും. പക്ഷെ കേരളത്തില് ഉത്തരേന്ത്യയെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായിട്ട് ഒരു കുട്ടി മരണപ്പെടുന്നു എന്ന് പറയുമ്പം കുരയ്ക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനോ ആരുമില്ല. യഥാർത്ഥത്തിൽ ഈ കലാകാരന്മാർ, വലിയ മാനവികമായിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള ഒരു നാടാണ് കേരളം എന്നൊക്കെ നമ്മൾ ബഡായി അടിക്കുന്നത് സത്യം തന്നെയല്ലേ? എന്ത് മാനവികതയാണ് ഇവിടെ ഉള്ളത്? യഥാർത്ഥത്തിൽ നമ്മളെ കലാകാരന്മാരൊക്കെ ഇങ്ങനെ ഒരു സെലക്റ്റീവ് ഡിമെൻഷ്യ ബാധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ? ശരിക്കും അത്ഭുതം തോന്നുന്നത്. കലാകാരന്മാർക്ക് അടിസ്ഥാനപരമായി വേണ്ടത് അംഗീകാരങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ പവറാണല്ലോ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് ചിലര് രാഷ്ട്രീയത്തിലൂടെ, ചിലര് കലാപ്രവർത്തനങ്ങളിലൂടെ, അടിസ്ഥാനപരമായി മിക്ക ആളുകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് പവറാണ്. ഈ പവർ സിസ്റ്റത്തിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് 99% കലാകാരന്മാരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അധികാരമുള്ളവന്റെ കൂടെ നിൽക്കുകയും അവിടുന്ന് കിട്ടുന്ന അപ്പകഷ്ണങ്ങളിൽ തൃപ്തരാവുകയും ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ ബുദ്ധിജീവികൾ ബഹുഭൂരിപക്ഷവും. അപ്പൊ എല്ലാരും ഞാൻ ആക്ഷേപിക്കുന്നില്ല, വളരെ ജെനുവിനായിട്ടുള്ള മനുഷ്യർ ഇവിടെ ഉണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷവും ഈ അപ്പകഷ്ണങ്ങളിൽ തൃപ്തിപ്പെടുന്നവരാണ്. അതിന് വേണ്ട സംഗതികള് അതാത് സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും. സ്ഥാനമാനങ്ങൾ ഇട്ടു. ഇപ്പൊ സച്ചിദാനന്ദനെ പോലെ ഒരാള് നമുക്കറിയാം, കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമൊക്കെ വഹിക്കുന്ന ഒരാള്, സച്ചിദാനന്ദനെ പോലെ ഒരാള് കേരളത്തിന്റെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റോ സെക്രട്ടറി എനിക്ക് ഓർമ്മയില്ല, ആയതിനു ശേഷം അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിലേക്ക് വന്നതിന് ശേഷം എന്തുമാത്രം നിശബ്ദത അദ്ദേഹം പാലിക്കുന്നുണ്ട് എന്ന്. അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു പൊതു അവസ്ഥ. എത്ര വലിയ വിപ്ലവം പറയുന്നവരായാലും ഒരു അധികാര സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ശാന്തരും സ്വസ്ഥരുമായിട്ട് ഇരിക്കും. അപ്പൊ അത് കേരളത്തിന്റെ, എനിക്ക് തോന്നുന്നു മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്. നാളെ സംഘപരിവാർ ഇവിടെ അധികാരത്തിൽ വന്നാൽ ഇതിൽ ബഹുഭൂരിപക്ഷവും അവരുടെ കൂടെ പോകും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്താ ഇതിനൊക്കെ പറയാന്ന് എനിക്ക് അറിയില്ല. യഥാർത്ഥത്തില് ഈ റാഗിങ് നേരിട്ടു എന്ന് പറഞ്ഞു മഹാരാജാസ് കോളേജിൽ. അതിനപ്പുറം പേഴ്സണൽ ആയിട്ട് അവര് അറ്റാക്ക് ചെയ്യുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അങ്ങനത്തെ നേരിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ആക്രമണങ്ങൾ? തീർച്ചയായിട്ടും. അതായത് റാഗിങ് നേരിട്ടത് ഈ PG പഠനത്തിന്റെ തുടക്ക കാലഘട്ടത്തിലാണ്. 2ാം വർഷം അവസാനം ആയപ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ നമുക്ക് അത്യാവശ്യം സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായതിന്റെ ഒരു ധൈര്യത്തിൽ, കാരണം മാരായസ് കോളേജിന്റെ ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെയുള്ള ഏകാധിപത്യമാണ് നടക്കുന്നത്. അവിടെ മെസ്സ് നടത്തുക, അല്ലെങ്കിൽ മെസ്സിലേക്കുള്ള ഭരണസമിതി, ഹോസ്റ്റലിന്റെ ഭരണസമിതി, ഇതൊക്കെ SFI തീരുമാനിക്കുന്ന ആളുകളാണ്. അപ്പോ SFI ചെല്ലും ചെലവും കൊടുത്ത് അവിടെ പാർപ്പിക്കുന്ന കുറെ ആളുകളുമുണ്ട്. ഗുണ്ടകൾ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പാർട്ടിയുടെ ഒരു ഗുണ്ട വിങ് മാരായസ് കോളേജിന്റെ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കുള്ള ഭക്ഷണം, അവരുടെ താമസം ഒക്കെ, ഈ ഭക്ഷണമൊക്കെ ഹോസ്റ്റൽ മെസ്സിൽ നിന്നാണ് ഈ ഭക്ഷണമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ഫീസ് അടച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മാരായസ് കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റലിൽ 300 രൂപയൊക്കെ മാസം ബില്ല് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മെൻസ് ഹോസ്റ്റലിലെ ബില്ല് പലപ്പോഴും 1500 രൂപയും 1600 രൂപയൊക്കെ ആയിരുന്നു. അതായത് ഒരു 4 മടങ്ങ് വരെയൊക്കെ ഫുഡിന്റെ ബില്ല് വരികയാണ്. സ്വാഭാവികമായിട്ടും മെൻസ് ഹോസ്റ്റലിൽ ചിലപ്പോൾ ലേഡീസ് ഹോസ്റ്റലിനേക്കാൾ കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ
ലേഡീസ് ഹോസ്റ്റലില് ഫീസ് അടയ്ക്കുന്ന കുട്ടികൾ 300 രൂപ ബില്ലടയ്ക്കുന്ന സമയത്ത് മെൻസ് ഹോസ്റ്റലിൽ അത് 1500 രൂപയൊക്കെ വരികയാണ്. അപ്പം ഇതൊക്കെ നമ്മളൊന്നും വലിയ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് പഠിക്കാൻ ചെന്ന ആളുകളല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോ ഏതാണ്ട് ഒരു PG പഠനത്തിന്റെ അവസാന നാളുകൾ ഏതാണ്ട് കഴിയാനായല്ലോ. ഇനിയിപ്പം മാക്സിമം വെറുപ്പിച്ചാലും പരീക്ഷ എഴുതാതിരിക്കേണ്ടി വരും, അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ലല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഇതിനെ ചോദ്യം ചെയ്തു. അതായത് മെസ്സിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും മെസ്സിൽ നിന്ന് അനധികൃതമായിട്ട് ഫുഡ് പോകുന്നത് വിദ്യാർത്ഥികൾക്ക് ബാധ്യതയാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ മെസ്സിലെ ഈ ഹോസ്റ്റൽ മീറ്റിംഗിൽ സംസാരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 10-25 കൊല്ലത്തെ ചരിത്രത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരാള് ഈ SFI ആധിപത്യത്തെ അവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ അതിനെ ഒതുക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. സ്വാഭാവികമായിട്ട് അവര് തീരുമാനമെടുത്ത് എന്റെ റൂമിൽ വന്ന് എന്നെ മർദ്ദിക്കാൻ തീരുമാനിച്ചു. റൂമിലേക്ക് ഒരു 10-50 ആളുകൾ ഇരച്ചു കയറി. ഭാഗ്യവശാൽ എന്നെ തല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളുകളോ എന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് അവര് ഒരു വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മർദ്ദനം നടത്താതെ ഇവനെ തല്ലി എന്ന് ഒരു പറച്ചിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഷോ കാണിച്ചിട്ട് അവർ തിരിച്ചുപോയി. അതായത് കുനിച്ചു നിർത്തി പുറത്തിനിട്ട് ഇടിക്കുന്ന പോലെയും മുഖത്തടിക്കുന്ന പോലെയും ഒക്കെ കാണിച്ചിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കഠിനമായ വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മർദ്ദനം ആയിരുന്നില്ല. പക്ഷെ എന്നെ ഇൻസൾട്ട് ചെയ്യുക, SFIയെ ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ ഇവരുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇതായിരിക്കും ഫലം എന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് റൂമിൽ കയറി തല്ലി തിരിച്ചു പോവുകയാണ് ചെയ്തത്. താങ്കൾ ആ കാലത്ത് അവരെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള എന്ത് പ്രതികരണമായിരുന്നു താങ്കൾ ഭാഗത്ത് ഉണ്ടായത്? അല്ല, പ്രധാനമായിട്ട് ഈ മെസ്സിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനം പറയുന്നത് ഈ ലേഡീസ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് കുറെ അധികം. അപ്പോൾ ലേഡീസ് ഹോസ്റ്റലിലെ കുറെ കൂടി സ്വതന്ത്രമായിട്ടുള്ള, അതായത് ഇപ്പോഴത്തെ എന്റെ പാർട്ണർ ആയിട്ടുള്ള അപർണയാണ് ലേഡീസ് ഹോസ്റ്റലിന്റെ മെസ് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ലേഡീസ് ഹോസ്റ്റലിന്റെ ഭരണം ഞാൻ പിന്നിൽ നിന്ന് നടത്തുന്നു എന്നുള്ള രീതിയിലാണ് SFIക്കാർ ആരോപിച്ചിരുന്നത്. മാത്രമല്ല ഞങ്ങളുടെ പ്രണയത്തെയൊക്കെ ഭയങ്കര സദാചാര, അതായത് ഇത് ഭയങ്കര എന്തൊക്കെയോ സദാചാര സംഗതികൾ ഇവിടെ നടക്കുന്നു, ലേഡീസ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ആണുങ്ങൾ അവിടെ കയറി ഇറങ്ങി നടക്കുന്നു, അവിടെ അവിഹിതം നടക്കുന്നു, ഈ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഒരുപാട് നടത്തിയിരുന്നു. ഒപ്പം ഈ കോളേജിൽ നിന്ന് ഈ ഇന്റർസോൺ കലോത്സവങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നതും SFIക്കാരായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്റെ ഡിഗ്രി പഠനകാലത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മികച്ച കഥാകൃത്ത് എന്നുള്ള രീതിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ വിജയിയായിട്ടുള്ള ഒരാളാണ്. അപ്പൊ 1-ാം വർഷം ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ പയ്യന്നൂർ കോളേജിലോ അല്ലെങ്കിൽ കണ്ണൂർ SM കോളേജിലോ ഞാൻ മുൻപ് പഠിച്ച ക്യാമ്പസുകളിൽ സംഭവിക്കുന്നത് കോളേജ് തലത്തിലൊരു മത്സരം നടത്തും, അതിൽ വിജയിയാവുന്ന ആളുകളാണ് ഇന്റർസോൺ കലോത്സവങ്ങൾക്ക് പങ്കെടുക്കുന്നത്. പൊതുവെ നടക്കുന്ന രീതി അതാണല്ലോ. പക്ഷെ മഹാരാജാസിൽ അത് SFI തീരുമാനിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഇയർ അവസാനമായപ്പോൾ തന്നെ ഈ ഇന്റർസോൺ കലോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനെ ചോദ്യം ചെയ്തിരുന്നു. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡത്തിലൂടെ അല്ല ഇത് നടക്കുന്നത് എന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പലതരം വിഷയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ കണ്ണിലെ ഒരു കരടായിരുന്നു. അതിന്റെ പ്രത്യാഘാതം എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഏതായാലും സിദ്ധാർത്ഥന്റെ ഈ മരണം കേരളത്തെ അതീവ ദുഃഖത്തിലാഴ്ത്തുകയാണ്. ഇപ്പോഴും ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള സൂചനകളൊക്കെ ഇപ്പം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക കേരളത്തിന്റെ മൗനം, മുഖ്യമന്ത്രിയുടെ മൗനം പ്രബുദ്ധ കേരളത്തിന് ഒരിക്കലും ചേർന്നതല്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സത്യം. പക്ഷെ ഇത് പ്രബുദ്ധ കേരളമല്ലല്ലോ, ഇത് അടിമ കേരളമാണ് എന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ താങ്കളുടെ അടുത്ത് ചോദിക്കുന്നത്, താങ്കളുടെ ഒരു ഡെഫിനിഷനിൽ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താണ്? താങ്കൾ എങ്ങനെയാണ് അതിനെ കോട്ട് ചെയ്യുന്നത്? ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, എവിടെയോ കേട്ടതാന്ന് തോന്നുന്നു, ജിദ്ദു കൃഷ്ണമൂർത്തിയാണ് താങ്കൾ ഐഡിയോളജി ഫോളോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആണെന്ന് ഞാൻ എവിടെയോ കേട്ടു. അല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ആശയപരമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും മനുഷ്യർക്ക്. പക്ഷേ മറ്റൊരാളുടെ ഇപ്പൊ നമ്മള് മൂക്കിൻ തുമ്പത്ത് വരെയാണ് എന്ന് പറയാറുണ്ടല്ലോ. അതായത് മറ്റൊരാളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിക്കാനും, അത് സമൂഹത്തിന് ദോഷകരമാവാത്തിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിക്കാനും മറ്റൊരാളുടെ വ്യക്തിത്വത്തെ മാനിക്കാനും ഒക്കെ കഴിയുന്നിടത്താണ് സ്വാതന്ത്ര്യത്തിന് വിലയുണ്ടാവുന്നത്. കാരണം ഇപ്പൊ ക്യാമ്പസുകളായാലും നമ്മളൊരു സമൂഹം എന്നുള്ള നിലയ്ക്കായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ മതവിഭാഗങ്ങളും വ്യത്യസ്തമായ രാഷ്ട്രീയ ബോധ്യം പുലർത്തുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അത് ഹിംസാത്മകമാവാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരാളുടെ ഐഡിയോളജി നമുക്കത് സംവാദാത്മകമാവുക എന്നുള്ളതാണ്. ഐഡിയോളജിയെ നമുക്ക് സംവാദാത്മകമായി നേരിടാം. ഇതെല്ലാം ഈ പറഞ്ഞ
പോലെ ശരിയാണ് ലോകത്തിന്റെ ശരി, അല്ലെങ്കിൽ നമ്മുടെ ശരി ലോകം അംഗീകരിക്കണം എന്ന് കരുതുന്നിടത്താണ് ഫാസിസ്റ്റ് വാഴ്ചകൾ ആരംഭിക്കുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇപ്പൊ ഒരു വിദ്യാർത്ഥി, അതായത് ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള എന്താ പ്രശ്നങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ. ഇപ്പൊ പല രീതിയിൽ ഇപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ വീട് ആക്രമിക്കപ്പെടുകയും അങ്ങനത്തെ ചില സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുസമൂഹത്തിൽ നമ്മൾ കുറച്ചുകൂടിയെങ്കിലും ഫ്രീ ആണ്. പക്ഷെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ഒരു അടഞ്ഞ ലോകമാണ്. അവിടേക്ക് ഇപ്പൊ നമുക്ക് അറിയാം, അതൊരു പ്രത്യേക നിയമ സംവിധാനമാണ്. അവിടെ പോലീസിന് അവിടെ ഇടപെടാനും ഒക്കെ പരിമിതികളുണ്ട്. ആ ഒരു പരിമിതിയാണ്. അതുപോലെ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ പോലീസിന് കയറി ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പരിമിതികളാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള ഫാസിസ്റ്റ് സംഘങ്ങൾ. നമുക്കറിയാം, ഏത് സമൂഹത്തിലായാലും ക്രിമിനൽ മനസ്സുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാൻ ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പ്രശ്നമായിട്ട് മാത്രമല്ല, ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നം കൂടിയാണ്. കാരണം നമ്മുടെ ഒരു സിസ്റ്റം എന്തുകൊണ്ടാണ് ഇത്രയധികം ഹിംസ ഉള്ളിൽ ഉള്ള ആളുകളെ കാരണം നമുക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അത് CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ SFI എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെയോ പ്രസ്ഥാനത്തിന്റെയോ മാത്രം ഇഷ്യൂ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് കേരളീയ സമൂഹം തന്നെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ നമ്മൾ ആ രീതിയിൽ കാണുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ എല്ലാ സാമൂഹിക സംവിധാനങ്ങൾക്കും, മതത്തിനൊക്കെ ഇതിനകത്ത്, നമ്മുടെ വിദ്യാഭ്യാസ രീതികൾക്കൊക്കെ ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത്രയും ഹിംസയുള്ള ആളുകളെയാണ് നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് പിന്നീട് പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായി നിന്നുകൊണ്ട് ഈ അധികാര വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വേരിൽ നിന്ന് തുടങ്ങണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിൽ നമുക്കൊരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ഈ ചർച്ചകളൊക്കെ വെറുതെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വെറുതെ ആവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം SFI ഉയർത്തിപ്പിടിപ്പിക്കുന്ന എന്ത് വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് ഇവർ ക്യാമ്പസിൽ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതാണല്ലോ താങ്കളുടെ അടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആളുകൾ അവരുടെ ക്യാമ്പസ് അനുഭവങ്ങളെ കുറിച്ച് പങ്കുവച്ചിട്ടുണ്ടായി. അതിലെല്ലാം SFI പ്രതിയാണ്. SFI ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, SFI ക്യാമ്പസുകളിൽ ഇടിമുറികളുണ്ട് എന്നാണ് എല്ലാവരും. ഞങ്ങളുടെ ABC ചാനലിൽ തന്നെ നിഖില എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി വന്നിട്ടുണ്ടായി. SFIയുടെ ആക്രമണം മൂലം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥി അടക്കം ധൈര്യസമേതം രംഗത്ത് വരുന്നു, സംസാരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിനന്ദാർഹമായിട്ടുള്ള കാര്യമാണ്. SFIയോട് പറയാനുള്ളത് ഇത്രയാണ്: നിങ്ങൾ തിരുത്താൻ തയ്യാറല്ല, നിങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയണം. അടിമകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്, നിങ്ങളെ ഭയന്നുകൊണ്ട് മാത്രമാണ് ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അത് ദയവ് ചെയ്ത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും CPM എന്ന് പറയുന്ന പാർട്ടിക്കും ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തില് ചെയ്യേണ്ട ഒരു രീതിയല്ല. അത് നിങ്ങൾ ദയവ് ചെയ്ത് മാറ്റണം എന്നാണ് പറയാനുള്ളത്. ദയവായി അടിമകളായിട്ടുള്ള സാംസ്കാരിക കേരളത്തിലെ നായകന്മാർ, എഴുത്തുകാർ, കലാകാരന്മാരൊക്കെ ദയവ് ചെയ്ത് ഈ വിഷയത്തില് പ്രതികരിക്കണം. നട്ടലിനെ പിരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഭയം വെടിയാൻ തയ്യാറാവണം എന്നാണ് പറയാനുള്ളത്. നിങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാംസ്കാരിക കേരളത്തിലെ ആളുകൾ എന്ന് പറയുന്നത് ഇവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവരെയൊക്കെ ഒരു പരിധിയിലപ്പുറം വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ് സാംസ്കാരിക നായകന്മാരെ. നിങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരാണ്. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് വലിയ പ്രസംഗങ്ങളും വലിയ ഡയലോഗ് അടിക്കുന്നത്. അതിനപ്പുറം നിങ്ങളൊന്നും യാതൊരു കാര്യമില്ല സാംസ്കാരിക ലോകമേ. എന്തായാലും നല്ലൊരു ക്യാമ്പസ് അന്തരീക്ഷം ഉണ്ടാവട്ടെ കേരളത്തിലുടനീളം. പ്രതാപ് ചേട്ടാ വന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.